ഹോയ് ഹോയ്. അപ്പം ഞങ്ങളങ്ങനെ ഫുഡും കഴിച്ച് വർക്കല ക്ലിഫിലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വർക്കല ക്ലിഫിൻ്റെ പാർക്കിംഗ് ആണ്. ഇനി അടുത്ത പ്ലാൻ ഇവിടെ റൂം നോക്കണം. അടുത്ത പ്ലാനിന് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം നോക്കണം. നൈനുമോൾ നല്ല സുഖമായിട്ട് ഓട്ടോറിക്ഷയിൽ കിടന്നുണങ്ങി. അമ്മ കുമ്മേലും കൊടുത്തു. എന്തിനാ വിളി? എന്നാ ചെരുപ്പിട്ടോ. ഈ ഒരു സമയത്ത് എത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എല്ലാവരും പറഞ്ഞു. 5 മണിക്ക് ശേഷമാണ് ഇവിടെ ശരിക്കും മാർക്കറ്റൊക്കെ അങ്ങോട്ട് എക്സ്പ്ലോർ ആവുക. നിക്കൂനെയും നൈനൂസിനെയും ബീച്ചിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കളിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ആ സമയത്ത് റൂമും തപ്പി നടക്കട്ടെ, എവിടെയൊക്കെ എന്തെങ്കിലും വല്ല റൂമും കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കമാ നമുക്ക് ഇങ്ങനെ നടന്നു നോക്കാം. ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ആരെങ്കിലൊക്കെ ചോദിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലും കയറി അന്വേഷിക്കാമെന്നൊക്കെ ഉള്ള വിധത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നല്ല വൈബാണ്, ഒരു രക്ഷയില്ലാതെ വൈബ്. ഒരു ഗോവ. വാവ്. നമ്മൾ ശരിക്കും ഗോവയിലൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവുക? സെയിം വൈബാണ്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഈ ക്ലിഫിലേക്ക് നിങ്ങൾ എപ്പോഴും വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതുവരെ ഇവിടെ ഒന്നും ഈ ഒരു വൈബ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്ത പ്ലാന് ബെസ്റ്റായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം എല്ലാ സംഭവങ്ങളും അപ്പുറത്തുള്ള ഒരു ബീച്ച് കഴിഞ്ഞു, പിന്നെ മാംഗ്രോവ് ഐലൻഡ് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞൊരു ഞങ്ങളിപ്പോൾ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മൾ ക്ലിഫിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോപ്പ കബാന സർഫിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. നടക്കുമ്പം ഒരു പുള്ളി വന്നിട്ട് ചോദിച്ചു റൂം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ നമ്മൾ റൂം നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് കയറുന്നിട്ട്. അപ്പോൾ നമുക്കൊന്ന് റൂം കണ്ടിട്ട് വരാം. എന്നിട്ട് വേണം നിക്കിനെയും നൈനൂനെന്ന് വിളിക്കാൻ. ആ ഷോപ്പിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഗോവ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഷോപ്പില്ലേ, ആ ഷോപ്പിൻ്റെ സൈഡിലൂട്ടാണ് റൂമിലേക്കുള്ള വഴി. ഒരു വീട്ടിനെ 4-5 റൂമാക്കിയിട്ടിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാവി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു സുന്ദരിയായ ഒരു കുട്ടിയാണ് ചാവിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചാവി തന്നിട്ടുണ്ട്. 104 റൂം. ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്, 2 ചെയറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി. ഒന്നുമില്ല ഗൈസ്. ഞങ്ങൾ എടുത്തത് നോൺ AC റൂമാണ്. ഇതിപ്പം ലൈറ്റൊക്കെ എവിടെയാണാവുക? കറണ്ട് പോയതാണോ? ഇപ്പോൾ കറങ്ങുന്നുണ്ടായാലോ? ഓക്കെ, എന്തായാലും കറണ്ട് പോയെന്ന് തോന്നുന്നു. ഹീറ്ററില്ല, ചൂടുവെള്ളത്തിന് ഹീറ്ററില്ല. പക്ഷേ അതിന് പകരം അവർ ചൂടാക്കാൻ വേണ്ടി കോയിൽ തരാമെന്നാണ് പറഞ്ഞത്. നോൺ AC റൂമിന് അവർ 2000 പറഞ്ഞത്. ഞാനൊന്ന് ബാർഗെയിൻ ചെയ്തപ്പോൾ 1500 കിട്ടി. ഓക്കെ, സോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോപ്പും ഷാമ്പൂ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സെറ്റപ്പ്. ഒരു ബെഡ് മാത്രം, വേറൊന്നുമില്ല. ഒരു മിറർ ഇവിടെയുണ്ട്. പിന്നെ ഒരു ബാത്റൂമുണ്ട്. അടിപൊളി. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു കുഴപ്പമില്ല. ഒരു വാഷ് ബേസിനുണ്ട്, ഷവറുണ്ട്. കുഴപ്പമില്ല, അത്രയും വേണ്ടു. നമുക്കിത് ധാരാളം. ചെറിയ റൂം, വളരെ ചെറിയ റൂം, നല്ല അടിപൊളി. അപ്പോൾ എന്തായാലും ഞാൻ ഈ റൂമിൻ്റെ നമ്പർ ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം, ആർക്കും ആവശ്യമുണ്ടെങ്കിൽ. കാരണം ഇത് ക്ലിഫിൽ നിന്ന് തൊട്ടിറങ്ങുന്നിടത്ത് തന്നെയാണ്. വളരെ ആക്സസിബിളാണ് ബീച്ച്. അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ റൂം. ഒരു 10-15 സ്റ്റെപ്പ് വെക്കുമ്പോഴേക്ക് നമ്മൾ നേരെ നമ്മുടെ ബീച്ചിൻ്റെ ഇവിടെ എത്തി, ഈ ഒരു ഏരിയ എത്തി. അപ്പോൾ നല്ല രാത്രി ആയിക്കഴിഞ്ഞാലും ഏത് സമയത്തും റൂമിലേക്കൊക്കെ കയറാൻ പറ്റുന്ന വിധത്തിലുള്ള റൂമാണ്. വെരി വേർത്തി എനിക്ക് തോന്നുന്നു. ഈ ഒരു സ്ഥലത്ത് 1500 രൂപക്ക് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റൂം എനിക്ക് തോന്നുന്നു വേർത്തിയാണ്, അതും ഈ ഒരു സീസൺ ടൈമിൽ. അപ്പോൾ ഞാൻ ഈ നമ്പർ എന്തായാലും കൊടുക്കാം. വൈകുന്നേരം ആയി, ബീച്ചിലേക്കുള്ള വ്യൂ ഒക്കെ നല്ല സൂപ്പറായി. മാർക്കറ്റുകളൊക്കെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. എത്ര ചേട്ടാ? 9992990404
ഇഷ്ടം പോലെ വഴിയോടെ കച്ചവടക്കാരുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ട പോലത്തെ ടോയ്സൊക്കെ വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇത് ഫുള്ള് പാർക്കിംഗാണ്. പാർക്കിങ്ങിൻ്റെ നമ്മളിപ്പം പോയ സൈഡ്, റൂം കിട്ടിയ സൈഡ് ഫുള്ള് കടകളാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെയുള്ള താഴോട്ടേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയാണ്. ഇവിടെ എന്തൊക്കെയോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ജോയ് വാട്ടർ സ്പോർട്സ്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന ഒരാളുടെയാണ് ജോയ് വാട്ടർ സ്പോർട്സ്. കോംബോ ഓഫർ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ജെറ്റ് സ്കി, പാരാസൈലിംഗ്, ATV, ക്രേസി സോഫ, ബമ്പർ ബോട്ട്, ഡോണറ്റ് ബോട്ട്, സ്പീഡ് ബോട്ട്, ബനാന ബോട്ട്, ഇതെല്ലാം ബുക്കിംഗ് ചെയ്യേണ്ട സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തും ഡേഞ്ചർ സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പം വാട്ടർ റൈഡ് ജോയിലും വിളിച്ച് നോക്കി. അപ്പോൾ വെതർ മോശം കാരണം 1 or 2 റൈഡ് മാത്രമേ ഇപ്പം ഇനി ഒരാഴ്ചത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇതൊരു ഡേഞ്ചർ സോണാണെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കണ്ടത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സോണാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും അധികം പോയിട്ട് വീഡിയോ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പോലീസിൻ്റെ ബോർഡ് വെച്ചതുപോലെ തന്നെ അത് ഭയങ്കര ഡേഞ്ചർ സോണാണ്. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ എത്തും. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിന് ക്ലിഫ് എന്നുള്ള പേരിട്ടത്. അതായത് കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. ഇറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തിനാണ് ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീച്ചിലേക്ക് ഇനി ഇറങ്ങി കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകണം. അപ്പോൾ നമുക്ക് താഴെ എത്തിയിട്ട് ബീച്ചിൻ്റെ സംഭവം ഒന്ന് കണ്ടു നോക്കാം. അവിടേക്കാണ് നൈനൂസ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ഈ ഒരു സൈഡിലും ഒരുപാട് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. പാം ബീച്ച് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിസോർട്ടും റൂംസൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സൈഡിലേക്ക് വന്നാലും. ഇവിടെ അത്യാവശ്യം ടാറ്റു ഷോപ്പുകളും നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ളിലൊരു നല്ല ചെറിയ കുഞ്ഞു കുട്ടി കിടന്നുറങ്ങുകയാണ് ടാറ്റു ഷോപ്പിൻ്റെ ഉള്ളിൽ. ഇനി നൈനൂസിനെയും നോനൂനെയും തപ്പി നടക്കണം നമ്മൾ ബീച്ചിൻ്റെ താഴെ. ഓ, അതാ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ട് തന്നെ ഉണ്ട് നോനു. അതാ അവിടെ ഇരിക്കുക, ഫ്രണ്ട് തന്നെ ഇരുന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ് നോനൂസ്. ഓ, ഇവിടെ ബീച്ചിലേക്ക് എൻട്രി ഇല്ല ഗൈസ്. നോനൂസെ ബീച്ച് കളിക്കാൻ വിടുന്നില്ല, എല്ലാം കെട്ടി വെച്ചിട്ടല്ലോ. അതെന്തുകൊണ്ടാ ബീച്ച് കളിക്കാൻ വിടാത്തത്? ഇതൊന്നും അറിയില്ലേ? ഇതാണ് നിങ്ങൾ എവിടെയും കാണാത്ത ബ്ലാക്ക് സാൻഡ്. കണ്ടോ, ബ്ലാക്ക് സാൻഡ് കണ്ടോ? അതല്ല, പക്ഷെ എല്ലാ സ്ഥലത്തും ഉണ്ട്. നൈനൂസിനെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി കളിപ്പാട്ടെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നൈനൂസ് അങ്ങനെയൊന്നും വീഴില്ല. നൈനൂസ് വേണ്ടാന്നാ പറയുക എല്ലാവരോടും. കടൽ ഭയങ്കര മോശമാണ്. ബ്ലാക്ക് മുഖത്താക്കല്ലേ? നോനു നല്ല വീടുണ്ടാക്കി എന്നിട്ട് അതിന് ബ്ലാക്ക് പെയിന്റ് അടിക്കുന്നതാണ് അല്ലേ മാവേ? ബീച്ചിൻ്റെ ഒന്നും ഭംഗിയെപ്പറ്റി ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല ഗൈസ്. വേറെ ലെവലാണ്, വേറെ ലെവൽ. അവിടെ തന്നെ ഇരുന്ന് പോകും, എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. ആ വിധത്തിലാണ് നമ്മുടെ ബീച്ചൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ചായക്ക് ഇവിടെ 60 രൂപയായിരുന്നു ഒരു ചായക്ക്. ഒന്നിനും കൊള്ളാതെ ചായയായിരുന്നു. ആകെ തണിഞ്ഞു കൂടി, ഒരു സുഖമേ ഉണ്ടായിരുന്നില്ല കുടിക്കാൻ. പക്ഷേ എന്നാലും വെറുതെ ഒരു ചായ കുടിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ചായ കുടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അപ്പോഴേക്കും ക്ലിഫിലെ മാർക്കറ്റുകളൊക്കെ സജീവമായിരുന്നു.
രാത്രി ആയതോടുകൂടി മാർക്കറ്റൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായി തുടങ്ങി. ഭംഗി ഇൻ ദ സെൻസ് എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും നിങ്ങൾ കേരളത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. ഗോവയിൽ എത്തിപ്പെട്ട സെയിം ഫീലാണ് നിങ്ങൾക്കിപ്പം രാത്രി വരാൻ പോകുന്നത്. ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റുകളും പബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. മീനൊക്കെ ലൈവായിട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്യാം, പൊരിച്ചു കൊടുക്കും. ഞങ്ങൾ അവസാനം ഡിന്നർ കഴിക്കാൻ വേണ്ടി ഈ ഒരു ആംബിയൻസ് കണ്ടതുകൊണ്ട് മാത്രം ഇവിടെ കയറി ഗൈസ്. പക്ഷേ അവിടെ ഒന്നും അവൈലബിൾ ഉണ്ടായിട്ടില്ല. അവസാനം നോനൂനി പെട്ടെന്ന് വിശക്കുന്നുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഗീ റൈസ് വാങ്ങിക്കൊടുത്തു. പിന്നെ അത്യാവശ്യം 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങി മെല്ലെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. പറ്റിയാ അപ്പോൾ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസം, നമ്മുടെ വർക്കല ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ. നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു 10 മണിക്ക്. 11 മണി വരെ ടൈമുണ്ട്, പക്ഷേ 10 മണിക്ക് ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത യാത്ര തുടങ്ങുകയാണ്.